നിത്യജീവിതത്തിൽ മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മേഖലയാണ് അളവുകളും തൂക്കങ്ങളും. പണ്ടുകാലത്ത് പിരമിഡുകളുടെ നിർമ്മാണം മുതൽ ഈ വന്ന കാലത്ത്, ആധുനിക കാലത്ത് സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്നതുൾപ്പെടെ പല മേഖലകളിലും അളവുകളുടെയും തൂക്കങ്ങളുടെയും ആവശ്യം മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത. ഇന്നിപ്പോൾ ലോകമെമ്പാടും കിലോമീറ്റർ, കിലോഗ്രാം എന്നിങ്ങനെ അളവുകൾക്കും തൂക്കങ്ങൾക്കും ഒരു ഏകീകൃത ഭാവമുണ്ട്. എന്നാൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഓരോ പ്രദേശങ്ങളിലും അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളിലും അവരവർക്ക് ഉതകുന്ന രീതിയിൽ, സൗകര്യപ്രദമായ രീതിയിലുള്ള അളവുകളായിരുന്നുവെങ്കിലും എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങനെയായിരുന്നു അവസ്ഥ. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഇന്ന് കാണുന്നത് പോലെ അളവുകൾക്കും തൂക്കങ്ങൾക്കും ഒരു ഏകീകൃത ഭാവം, ഏകീകൃത മാനം എങ്ങനെ കൈവന്നു, എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം. ചെറുതല്ല കാര്യത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 18-ാം നൂറ്റാണ്ടിന് മുമ്പ് വരെ ലോകത്ത് പലയിടത്തും അളവുകളും തൂക്കങ്ങളും അത്ര കൃത്യമായിരുന്നില്ല, ഏകമാനഭാവമുള്ളതായിരുന്നില്ല. മാത്രവുമല്ല, അത് പലപ്പോഴും ഏകപക്ഷീയമോ അല്ലെങ്കിൽ ആർബിട്രിയോ, അതായത് വ്യക്തി അധിഷ്ഠിതമോ ആയിരുന്നുവെന്ന് പറയാം. കാരണം പലപ്പോഴും ആളുകളുടെ കൈയുടെയോ കാലിന്റെയോ നീളമോ അല്ലെങ്കിൽ ധാന്യങ്ങളുടെ തൂക്കമോ ഒക്കെ ആയിരുന്നു അളവുകളായിട്ടും തൂക്കങ്ങളായിട്ടും ഒക്കെ ഉപയോഗിച്ചിരുന്നത്. ഉദാഹരണത്തിന്, പുരാതന ഈജിപ്തിൽ ഉപയോഗിച്ചിരുന്ന ക്യൂബിറ്റ് എന്ന അളവ് ഒരു മനുഷ്യന്റെ മുഴങ്കൈയുടെ നീളമാണ് ക്യൂബിറ്റായി കണക്കാക്കിയിരുന്നത്. അതായത് വിരലിന്റെ അറ്റം മുതൽ കൈമുട്ട് വരെയുള്ള നീളം. എന്നാൽ ഇത് ആരുടെയെങ്കിലും ഒക്കെ ആയിരുന്നില്ല. പകരം ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന ഫറവോന്റെ മുഴങ്കൈ നീളമായിരുന്നു ക്യൂബിറ്റായി ഉപയോഗിച്ചിരുന്നത്. അതിനെ അവർ റോയൽ ക്യൂബിറ്റ് എന്ന് വിളിച്ചു. പുരാതന ഈജിപ്തിലെമ്പാടും ഈ അളവിന്റെ മാതൃകകൾ ഉണ്ടാക്കുകയും അത് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുകയുമായിരുന്നു. ഈ അളവ് ഉപയോഗിച്ചായിരുന്നു അന്ന് ഈജിപ്തിലെ പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിരുന്നതെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഒരു 5000 വർഷത്തിനപ്പുറമായപ്പോഴേക്കും ലോകത്തിലെമ്പാടും പല സംസ്കാരങ്ങൾ അല്ലെങ്കിൽ നാഗരികതകൾ, സിവിലൈസേഷനുകൾ ഉണ്ടാവുകയും അവർക്കെല്ലാം അവരുടേതായ തരത്തിലുള്ള അളവുകളും തൂക്കങ്ങളും ഉണ്ടാവുകയും ചെയ്തു. ഉദാഹരണത്തിന് യാർഡ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും യാർഡ് എന്ന അളവ്. ഒരു മനുഷ്യന്റെ അരഭാഗത്തിന് ചുറ്റുമുള്ള നീളമാണ് യാർഡായി ഉപയോഗിച്ചിരുന്നത്. ഇംഗ്ലണ്ടിൽ നിലവിലുണ്ടായിരുന്ന പൗണ്ട് എന്ന അളവ് അഥവാ ലിബ്ര 5076 ബാർലി മണികളുടെ അല്ലെങ്കിൽ ഗോതമ്പ് മണികളുടെ തൂക്കമാണ് ഒരു പൗണ്ട്. ഒരു റോമൻ പടയാളിയുടെ 1000 ചുവടുകളെയാണ് ഒരു മൈൽ ആയി കണക്കാക്കിയിരുന്നത്. 8 പൗണ്ട് ഗോതമ്പാണ് ഒരു ഗാലൻ. ഒരു കർഷകൻ ഒരു ദിവസം കൊണ്ട് ഉഴുതുമറിക്കുന്ന ഭൂമിയുടെ അളവാണ് ഒരു ഏക്കറായി കണക്കാക്കിയിരുന്നത്. ഒരു അടി അല്ലെങ്കിൽ ഒരു ഫുട്ട് എന്ന കണക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് യഥാർത്ഥത്തിൽ ലിറ്ററലി പറയുകയാണെങ്കിൽ ഒരു കാൽപാദത്തിന്റെ നീളം തന്നെയാണ് കണക്കാക്കിയിരുന്നത്. ഇത്തരം അളവ് തൂക്കങ്ങളുടെ ഒരു സാങ്കേതിക പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇത് കൃത്യമായിരുന്നില്ല, പലയിടത്തും പലതായിരുന്നു. ഉദാഹരണത്തിന് ഫുട്ട് എന്ന ഈ അളവ് തന്നെ ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ജർമ്മനിയിലും പലതായിരുന്നു. അതുപോലെ പൗണ്ട് എന്ന അളവും പട്ടണങ്ങൾ തോറും മാറുന്നതായിട്ട് കാണപ്പെട്ടു. അളവ് തൂക്കങ്ങളുടെ ഏകമാന ഭാവം ഉണ്ടാകുന്നതിന് മുമ്പ് ഫ്രാൻസിൽ മാത്രം 2,50,000 വിവിധങ്ങളായ അളവ് തൂക്കങ്ങൾ ഉണ്ടായിരുന്നു പറയപ്പെടുന്നു. ഓർത്തു നോക്കി എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അന്നത്തെ അവസ്ഥ എന്ന്. ഒരു രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെയോ സാമ്പത്തിക സ്ഥിതി കണക്കാക്കുമ്പോഴും അതുപോലെ തന്നെ ടാക്സേഷൻ, നികുതി ഏർപ്പെടുത്തുമ്പോഴും ഈ ഒരു അളവ് തൂക്കങ്ങളുടെ കൃത്യതയില്ലായ്മ അല്ലെങ്കിൽ ഏകമാന രൂപമില്ലായ്മ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഇത്തരം റീജിയണൽ ആയിട്ടുള്ള അളവ് തൂക്കങ്ങൾ വിദേശങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതണ്ട കേട്ടോ. നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും എല്ലാം ഇത്തരം പ്രാദേശികങ്ങളായ അളവ് തൂക്കങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ പലരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കേൾക്കാത്തവരും ഉണ്ടാകുമായിരിക്കാം. നാഴി, തുടം, ചങ്ങഴി, പറ, ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയില്ലാത്ത ചില പേരുകൾ ഞാൻ പറയാം. ഒരുപക്ഷെ അറിയാമായിരിക്കാം. മാഹാണി, കണ്ടി, റാത്തൽ, കഴഞ്ച്, ഉഴക്ക്, ഇതെല്ലാം ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ നിലനിന്നിരുന്ന ചില അളവ് തൂക്കങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ പ്രാദേശികമായി ഈ അളവിലും അല്പം മാറ്റമെല്ലാം വരും. അതുകൊണ്ട് തന്നെ ഏകമാനമായ രൂപം അളവ് തൂക്കങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അളവ് തൂക്കങ്ങൾക്ക് ഇങ്ങനെ കൃത്യതയില്ലാത്ത ഒരു രീതി പാടില്ല. പകരം അതിന് ഒരു ഏകമാന രൂപം ഉണ്ടാവണം എന്ന ചിന്ത ഉടലെടുക്കുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ്. 1790-കളിൽ ഫ്രഞ്ച് വിപ്ലവകാരികൾ സർക്കാരിന് ഒരു ഏകീകൃത ഭാവം ഉണ്ടാവണം, അതായത് ഒരു തുല്യതാഭാവം ഉണ്ടാവണം എന്ന് ചിന്തിച്ചതുപോലെ അളവ് തൂക്കങ്ങൾക്കും ഏകമാന ഭാവം ഉണ്ടാവണം എന്ന് ചിന്ത ഉണ്ടായിടത്താണ് ലോകമെമ്പാടും ഈ മാറ്റം ഉണ്ടാവാൻ കാരണമായത്. അല്ലെങ്കിൽ അളവ് തൂക്കങ്ങളുടെ ഏകമാന ഭാവം ഉണ്ടാവാനുള്ള തുടക്കം അവിടെ വെച്ചാണ്. അക്കാഡമി ദെസ് സയൻസ് എന്ന ഫ്രാൻസിന്റെ ഔദ്യോഗിക ശാസ്ത്ര സംഘടനയാണ് ഇതിനുള്ള ചുമതല ഏറ്റെടുത്തത്. യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഫ്രാൻസ് എന്നീ 3 രാജ്യങ്ങൾ ചേർന്നാണ് അളവ് തൂക്കങ്ങൾക്ക് ഒരു ഏകമാന ഭാവം കൊടുക്കണം എന്ന ചിന്തയാൽ ആദ്യമായി രംഗത്ത് വന്നത്. ഇതിന്റെ ഐഡിയ വളരെ സിമ്പിളാണ്. അതായത് ഒരു സെക്കൻഡിൽ ഒരു ഓസിലേഷൻ പൂർത്തിയാക്കുന്ന പെൻഡുലത്തിന്റെ നീളമായിരിക്കണം 1 മീറ്റർ. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഇവിടെ തന്നെ തുടങ്ങി. കാരണം ഭൂമിയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും എല്ലായിടത്തും ഒരുപോലെയല്ല. ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് ഇക്വേറ്ററിലേക്ക് വരുമ്പോൾ, അതായത് ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് വരുമ്പോൾ ഈ 2 ബലങ്ങൾക്കും മാറ്റമുള്ളതായി കാണാം. അപ്പോൾ ഈ പ്രശ്നത്തെ ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റ് തിരഞ്ഞെടുക്കേണ്ടതായി വന്നു. എന്നാൽ 3 രാജ്യങ്ങൾ, UK, US, ഫ്രാൻസ് എന്നീ 3 രാജ്യങ്ങൾ ചേർന്നായപ്പോൾ
അവരവരുടെ രാജ്യത്തിന്റെ ഒരു അഭിമാനം എന്ന രീതിയിൽ ഈ ഒരു എപ്പി സെന്റർ അവരവരുടെ രാജ്യത്ത് വേണമെന്ന് ആഗ്രഹിക്കുകയും അത് നടക്കാതെ വന്നപ്പോൾ സാവകാശം UK-യും US-ഉം ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. എന്നാൽ പിന്മാറാതെ നിന്ന ഫ്രാൻസ് പാരീസിനെ ഒരു റഫറൽ പോയിന്റായി എടുക്കുകയും ഈ ഒരു യൂണിവേഴ്സൽ മെഷർമെന്റിന്റെ സെന്ററാക്കി അംഗീകരിക്കുകയും ചെയ്തു. ഓർക്കേണ്ട ഒരു കാര്യം, അന്ന് ദശാംശ സംവിധാനം ഇത്രമാത്രം പ്രചാരത്തിലായിട്ടില്ല. മാത്രവുമല്ല സെക്കൻഡ് അല്ലെങ്കിൽ സമയവും അളവുകളും ഒന്നും ദശാംശ സംഖ്യയിലേക്ക് എത്തിയിട്ടുമില്ല. ഫ്രാൻസ് ഉദ്ദേശിച്ച പദ്ധതി സമയത്തെയും അളവുകളെയും എല്ലാം ദശാംശ സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം എന്നുകൂടിയാണ്. അളവുകളെയും തൂക്കങ്ങളെയും ദശാംശ സംവിധാനത്തിലേക്ക്, അതായത് ഡെസിമൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണമെന്ന് താല്പര്യമുള്ള ഫ്രാൻസ് ഒരു മീറ്ററിനെ നോർത്ത് പോളിൽ നിന്നും പാരീസിലൂടെ ഇക്വേറ്റർ വരെ എത്തുന്ന ദൂരത്തിന്റെ 1/1,000,000 എന്നായി കണക്കാക്കി. എന്നാൽ നോർത്ത് പോൾ മുതൽ ഇക്വേറ്റർ വരെയുള്ള ദൂരം അളക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ ആയ കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ അവരെ കൊണ്ട് സാധ്യമാകുന്ന മാനേജബിൾ ആയിട്ടുള്ള ഒരു ചെറിയ ദൂരം അളക്കുക എന്ന് നിശ്ചയിച്ചു. ഇത് ഡൺകെർക്ക് മുതൽ ബാഴ്സലോണ വരെയുള്ള ദൂരമാണ്. ഈ രണ്ട് പട്ടണങ്ങൾ തമ്മിലുള്ള ദൂരം നോർത്ത് പോൾ മുതൽ ഇക്വേറ്റർ വരെയുള്ള ദൂരത്തിന്റെ ഏകദേശം 10/1. ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യം, 1744 തന്നെ കാസിനി പാരീസ് ലോഞ്ചിറ്റ്യൂഡിന്റെ, അതായത് പാരീസിലൂടെ കടന്നു പോകുന്ന രേഖാംശരേഖയുടെ ദൂരം അളന്നിരുന്നു. അതിനാൽ തന്നെ ഈ പുതിയ മിഷന് അന്ന് കാസിനി അളന്ന ആ ഒരു അളവ് കൃത്യമാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഡൺകിർക്ക് മുതൽ ബാഴ്സലോണ വരെയുള്ള ദൂരം കണക്കാക്കാനായിട്ട് ശാസ്ത്രജ്ഞർ ഉപയോഗിച്ച രീതി ട്രയാങ്കുലേഷൻ എന്ന വിധിയാണ്. ഒരു ട്രയാങ്കിളിന്റെ ഒരു വശത്തിന്റെ നീളവും അതിന്റെ ഇന്റേണൽ കോണളവുകളും ഉണ്ട് എങ്കിൽ ട്രിഗണോമെട്രി ഉപയോഗിച്ചുകൊണ്ട് ബാക്കി രണ്ട് വശങ്ങളുടെയും നീളം കണക്കാക്കാം. ഇങ്ങനെ ഈ രണ്ട് പട്ടണങ്ങൾക്കിടയിൽ നിരവധി ട്രയാങ്കിളുകൾ സെറ്റ് ചെയ്യുകയും അവയുടെ നീളം കണക്കാക്കുകയുമാണ് ഈ ദൂരം ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചു. ഇതിനായി അവർ ഉപയോഗിച്ചതാണ് റിപ്പീറ്റിംഗ് സർക്കിൾ എന്ന ഉപകരണം. ജീൻ ബാപ്റ്റിസ്റ്റ് ഡിലാമർ, പിയറി മെഷൈൻ എന്ന രണ്ട് ശാസ്ത്രജ്ഞർ, അതിൽ ഒരാളൊരു മാത്തമാറ്റീഷ്യനും മറ്റൊരാളൊരു അസ്ട്രോണമറുമായിരുന്നു. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ ഒരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത്. 2 വർഷം കൊണ്ട് സർവേ പൂർത്തിയായെങ്കിലും ഇതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് പുറത്തു വരാൻ 7 വർഷത്തോളം എടുക്കുകയും ചെയ്തു. മീറ്ററിന് ഇത്തരത്തിലൊരു ഏകമാന രൂപം കൈവന്നതുകൊണ്ട് തന്നെ അതുപയോഗിച്ചുകൊണ്ട് തൂക്കങ്ങളും നിയതമാക്കാൻ, കൃത്യമാക്കാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായി കിലോഗ്രാം എന്ന ആശയം വരികയും 10 സെന്റിമീറ്റർ വശങ്ങളുടെ അളവുള്ള ഒരു ക്യൂബിൽ എത്രമാത്രം മാസ് കൊള്ളുമോ അത് കിലോഗ്രാമായി കണക്കാക്കുകയും ചെയ്തു. ഇത്തരം ഏകമാന രൂപം കൈവന്ന എല്ലാ അളവുകളുടെയും ഒരു പ്രത്യേകത ഇവയെല്ലാം 10 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കുന്നവയായിരുന്നു എന്നതാണ്. 1802 ഏകമാന രൂപമുള്ള അളവ് തൂക്ക സമ്പ്രദായം ഫ്രാൻസിൽ നിയമപരമായി പ്രാബല്യത്തിലായി. ആദ്യകാലങ്ങളിൽ ഫ്രഞ്ച് ജനതയ്ക്ക് അത്ര ആഭിമുഖ്യം ഈ പുതിയ സമ്പ്രദായത്തോട് ഉണ്ടായിരുന്നില്ല. അവർ അവരുടെ പഴയ ആ ഒരു അളവ് തൂക്ക സമ്പ്രദായങ്ങൾ തുടർന്നുവെങ്കിലും സാവകാശം അവർ ഈ പുതിയ ഏകമാന രൂപമുള്ള അളവ് തൂക്ക സമ്പ്രദായത്തോട്, അതായത് മെട്രിക് സിസ്റ്റത്തോട് ആഭിമുഖ്യമുള്ളവരാകുകയും സാവകാശം അങ്ങോട്ട് ചൂടുമാറുകയും ചെയ്തു. താൻ പിടിച്ചടക്കിയ രാജ്യങ്ങളിലെല്ലാം ഈ സമ്പ്രദായം നടപ്പാക്കാൻ നെപ്പോളിയൻ പ്രത്യേകം ശ്രദ്ധിച്ചു. നെപ്പോളിയന്റെ ജൈത്രയാത്രയും അദ്ദേഹം പിടിച്ചടക്കിയ രാജ്യങ്ങളിലുമെല്ലാം ഈ ഒരു സമ്പ്രദായം കൊണ്ടുവന്നതോടുകൂടി പല പുതിയ രാജ്യങ്ങളും അളവ് തൂക്കങ്ങളുടെ ഈ ഒരു പുതിയ രീതിയിലേക്ക്, മെട്രിക് സിസ്റ്റത്തിലേക്ക് കടന്നു വന്നു. ഈ പുതിയ അളവ് തൂക്ക സമ്പ്രദായം അംഗീകരിച്ച ഫ്രാൻസിന് പുറത്തുള്ള ആദ്യത്തെ രാജ്യം പോർച്ചുഗലാണ് 1814. അതിനുശേഷം പിന്നീട് യൂറോപ്പിലെമ്പാടും ഈ ഒരു പുതിയ സിസ്റ്റത്തിന്റെ വ്യാപനം ഉണ്ടാകുന്നതായിട്ട് കാണാം. നെതർലാൻഡ്, ലക്സംബർഗ്, സ്വിറ്റ്സർലൻഡ്, ബെൽജിയം, സ്പെയിൻ, ഇറ്റലി, റൊമേനിയ, ജർമ്മനി എന്നിങ്ങനെ മിക്കവാറും യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം ഈ പുതിയ അളവ് തൂക്ക സമ്പ്രദായത്തെ തങ്ങളുടേതാക്കി അംഗീകരിച്ചു. കോളനി വാഴ്ച സ്ഥാപിക്കാൻ വിരുദ്ധരായ യൂറോപ്യന്മാർ ലോകത്തിന്റെ പല ഭാഗത്തും അവരുടെ കോളനികൾ സ്ഥാപിച്ചതോടുകൂടി ലോകമെമ്പാടും ഈ പുതിയ അളവ് തൂക്ക സമ്പ്രദായം എത്തുകയും അവരുടേതാക്കി മാറുകയും ചെയ്തു. താമസിയാതെ 17 രാജ്യങ്ങൾ ഈ ഒരു പുതിയ അളവ് തൂക്ക സമ്പ്രദായങ്ങൾ അംഗീകരിക്കുകയും ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ് ആൻഡ് മെഷർമെന്റ് BIPM എന്ന ഒരു സംഘടന രൂപം കൊള്ളുകയും ചെയ്തു. 1875 കിലോഗ്രാമിന്റെയും അതുപോലെ മീറ്ററിന്റെയും അളവ് നിശ്ചയിക്കുന്ന, നിയതമായി കാണിക്കുന്ന ആ ഒരു പ്രോട്ടോടൈപ്പ് ഫ്രാൻസ് ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ് ആൻഡ് മെഷേഴ്സിൽ ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്തു. യൂറോപ്യന്മാർ ലോകമെമ്പാടും കോളനികൾ സ്ഥാപിക്കുകയും ആ രാജ്യങ്ങളിലെല്ലാം, ആ സ്ഥലങ്ങളിലെല്ലാം ഈ പുതിയ അളവ് തൂക്ക സമ്പ്രദായം നിലവിൽ വരികയും ചെയ്തതോടുകൂടി സാവകാശം പ്രശ്നങ്ങളും ഉടലെടുത്തു തുടങ്ങി. കാരണം ഏതെല്ലാം രാജ്യങ്ങൾ ഈ അളവ് തൂക്ക സമ്പ്രദായം അംഗീകരിക്കുന്നോ അവരെല്ലാം BIPM എന്ന ഈ സംഘടനയിൽ നിന്നും ആ സ്റ്റാൻഡേർഡ് പ്രോട്ടോടൈപ്പിന്റെ അളവ് തൂക്കങ്ങളുടെ, അത് കിലോഗ്രാമിന്റെയും അതെ മീറ്ററിന്റെയും അതെ, ആ പ്രോട്ടോടൈപ്പിന് സമാനമായിട്ടുള്ള അളവ് തൂക്കങ്ങൾ വാങ്ങിക്കേണ്ടതായി വന്നു. വർഷങ്ങൾ കഴിയും തോറും ഈ അളവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ മീറ്റർ ബാറിന്റെ സൈഡ് ദ്രവിക്കാൻ തുടങ്ങും. അങ്ങനെ സൈഡ് ദ്രവിച്ചു പോകുമ്പോൾ അത് അളവിനെ ബാധിക്കുമല്ലോ. ഇത് സാവകാശം ഒരു പ്രശ്നമാവാൻ തുടങ്ങി. മീറ്റർ ബാറിന്റെ വശങ്ങൾ ദ്രവിച്ചു പോയി അതിന്റെ നീളത്തിൽ വരുന്ന കുറവ് ഒഴിവാക്കാൻ ഈ സംഘടന ഒരു പുതിയ മാർഗം അവലംബിച്ചു. 1 മീറ്റർ എന്ന അളവിനേക്കാൾ അല്പം കൂടെ നീളമുള്ള ഒരു മീറ്റർ ബാർ സെറ്റ് ചെയ്യുകയും 1 മീറ്ററിനെ സൂചിപ്പിക്കുന്ന 2 മാർക്കിങ്ങുകൾ അതിന്റെ വശങ്ങളിൽ കൊടുക്കുകയും ചെയ്തു. ഈ മാർക്കിങ്ങിന് ഇടയ്ക്കുള്ള ദൂരമാണ് 1 മീറ്റർ എന്ന ഒരു പുതിയ രീതി, സമ്പ്രദായം നിലവിൽ വരികയും ചെയ്തു. 20-ാം നൂറ്റാണ്ടോടുകൂടി മെട്രിക് സിസ്റ്റം ഗ്ലോബൽ സയൻസിന്റെ, ആഗോള ശാസ്ത്ര ലോകത്തിന്റെ
അവർ ഉപയോഗിക്കുന്ന അളവുകളുടെയും തൂക്കത്തിന്റെയും ഒരു ഫണ്ടമെന്റലായി അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷനായി മാറുകയും ചെയ്തു. ഇന്നും അത് തുടർന്നു പോരുകയും. എന്നാൽ ശാസ്ത്രം വീണ്ടും പുരോഗതി പ്രാപിച്ചതോടുകൂടി അളവുകളിലും തൂക്കത്തിലും അല്പം കൂടെ കൃത്യത വേണം, ഒരു പ്രിസിഷൻ വേണമെന്നൊരു ചിന്ത ഉടലെടുത്തു. 1960കളിലാണ് ഈ ഒരു ചിന്ത ഉണ്ടാവുന്നതും അതോടുകൂടി ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ് ആൻഡ് മെഷർമെന്റ് അളവ് തൂക്ക സമ്പ്രദായത്തെ അല്പം കൂടി കൃത്യമാക്കാനുള്ള ശ്രമവും നടത്താൻ ആരംഭിച്ചു. ആഗോളതലത്തിൽ ശാസ്ത്രം, അക്കാഡമിക്സ്, അതുപോലെ തന്നെ ടെക്നോളജി എന്നീ വിഭാഗങ്ങളെല്ലാം കൂടുതൽ കൃത്യതയോടുകൂടി അളവ് തൂക്കങ്ങൾ ഉണ്ടാവണം എന്ന ഒരു ചിന്തയാണ് ഇതിന്റെ ആധാരം. ഇതിന്റെ ഫലമായി അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ മാട്രിക് സിസ്റ്റത്തെ ഒന്ന് വിശാലമാക്കുകയും പുതുക്കുകയും ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് റീഡിഫൈൻ ചെയ്യുകയും ചെയ്തു. ഇതിന്റെ ചുരുക്കരൂപമാണ് SI യൂണിറ്റ് എന്ന് നമ്മൾ ഇന്ന് പഠിക്കുന്ന ആ ഒരു അളവ് തൂക്ക സമ്പ്രദായം. 7 അടിസ്ഥാന അളവുകളാണ് SI യൂണിറ്റിൽ ഉൾപ്പെടുന്നത്. ദൂരത്തിന് മീറ്റർ, തൂക്കത്തിന് കിലോഗ്രാം, സമയത്തിന് സെക്കൻഡ്, ഇലക്ട്രിക് കറണ്ടിന് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിക്ക് ആംപിയർ, ടെമ്പറേച്ചറിന് കെൽവിൻ, പ്രകാശ തീവ്രതയ്ക്ക് കാൻഡല, ഒരു വസ്തുവിലെ പദാർത്ഥങ്ങളുടെ അളവ് സൂചിപ്പിക്കുന്ന മോൾ. ഇങ്ങനെ 7 അളവുകളിലാണ് SI യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ അളവ് തൂക്കങ്ങളുടെയും അടിസ്ഥാനം പ്രകൃതിയിലെ കോൺസ്റ്റന്റ് ആയ വസ്തുക്കൾ ആധാരമാക്കിയായിരിക്കണം, ബേസ് ചെയ്തായിരിക്കണം എന്ന ചിന്തയാണ് SI യൂണിറ്റ് എന്ന ഈ പുതിയ നിർവചനത്തിന് ആധാരം. എന്താണ് കോൺസ്റ്റന്റ്? പ്രപഞ്ചത്തിൽ മാറ്റമില്ലാതെ കാണപ്പെടുന്ന ചില വസ്തുക്കൾ. ഉദാഹരണത്തിന് പ്രകാശത്തിന്റെ വേഗത. പ്രകാശം ഒരു സെക്കൻഡിൽ 2,99,792 കിലോമീറ്റർ, അതായത് ഒരു സെക്കൻഡിൽ 29,97,92,458 മീറ്റർ പെർ സെക്കൻഡ്. അതിന്റെ അർത്ഥം പ്രകാശം ഒരു സെക്കൻഡിന്റെ 29,97,92,458 സമയം കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുമോ അതാണ് ഒരു മീറ്റർ. SI യൂണിറ്റ് പ്രകാരം സമയത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു സെക്കൻഡ് എന്നത് സീഷ്യം 133 എന്ന മൂലകം പുറപ്പെടുവിക്കുന്ന റേഡിയോ ആക്ടിവിറ്റിയുടെ ഫ്രീക്വൻസിയാണ്. ഇങ്ങനെ SI യൂണിറ്റ് പ്രകാരം ലോകത്തിൽ അളവ് തൂക്കങ്ങളെ പ്രകൃതിയിൽ മാറ്റമില്ലാതെ കാണപ്പെടുന്ന ചില വസ്തുക്കളോട് ചേർത്ത് അല്ലെങ്കിൽ അവയോട് റെഫർ ചെയ്താണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. എന്നാൽ പല രാജ്യങ്ങളിലും മെട്രിക് സിസ്റ്റത്തെ ഇന്നും അംഗീകരിക്കാത്ത ചില സാമൂഹിക ചുറ്റുപാടുകളും ഉണ്ട് കേട്ടോ. ഉദാഹരണത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. പറയപ്പെടുന്നത് അമേരിക്കയിൽ മെഡിസിൻ, സയൻസ്, മിലിറ്ററി എന്നീ മേഖലയിൽ മെട്രിക് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ഇപ്പോഴും അമേരിക്കയിൽ മെട്രിക് സിസ്റ്റം ലീഗലായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അതേപോലെ യുണൈറ്റഡ് കിങ്ഡം ഒഫീഷ്യലായി അംഗീകരിച്ചിട്ടുണ്ട് എങ്കിലും UK-യിൽ പലയിടത്തും റോഡ് സൈനുകളിൽ കിലോമീറ്ററിന് പകരം ഇപ്പോഴും മൈലാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പബ്ബുകളിൽ പിന്റ് എന്ന അളവും ഉപയോഗിക്കാറുണ്ട്. ലോകം ഇന്ന് ആകമാനം ഒരു മാറ്റത്തിന്റെ പാതയിലാണ്. ക്ലൈമാറ്റിക് ചേഞ്ച്, സ്പേസ് എക്സ്പ്ലോറേഷൻ, ഡിജിറ്റൽ ടെക്നോളജീസ് എന്നിങ്ങനെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്ര സാമൂഹിക ചുറ്റുപാടിൽ ഏകീകൃതമായ അളവ് തൂക്ക വ്യവസ്ഥകൾക്കും ഏറ്റവും അധികം ആവശ്യം ഇരുന്ന സമയം. മെട്രിക് സിസ്റ്റം എന്ന് പറയുന്നത് വെറുതെ സംഖ്യകളുടെ, അക്കങ്ങളുടെ ഒരു കളിയല്ല, മറിച്ച് പരസ്പര സഹകരണം, ബൗദ്ധിക വിശകലനം അല്ലെങ്കിൽ റീസണിങ്, നോളജ് ഷെയറിംഗ് എന്നിവയുടെ എല്ലാം ഒരു സിമ്പലാണ്. പലതരത്തിലുള്ള വൈജാത്യം, അതായത് ഡൈവേഴ്സായ അല്ലെങ്കിൽ നാനാത്വം കാണിക്കുന്ന ഈ ലോകത്തിൽ ഏറ്റവും ബേസായ, ഏറ്റവും ഫണ്ടമെന്റലായ ഒരു സംഗതിയെ, അളവിനെ നമ്മൾ എങ്ങനെ അംഗീകരിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണ് മെട്രിക് സിസ്റ്റം. ലോകത്തിൽ പല ഭാഷകൾ സംസാരിക്കുന്ന പല സംസ്കാരമുള്ള ആളുകൾക്കിടയിൽ കിലോഗ്രാം, മീറ്റർ, കാൻഡല, കെൽവിൻ എന്നിവയെല്ലാം എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയായി മാറും. മറ്റു വിഷയവുമായി അടുത്ത വഴിയിൽ